മൂന്നാമത്തെ കാര്യം സിനിമ പോളിസി. കേരളത്തിൽ സിനിമ നയം ഉണ്ടായിട്ടില്ല ഇതുവരെ. സിനിമാ നയം ഉണ്ടാകാത്തതിന്റെ കാരണം കേരളത്തിലെ ഈ രംഗം ഒട്ടേറെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രംഗമാണ്. ഇതിന്റെ ഒരു സ്വതന്ത്രമായ അവകാശ അധികാരങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവശ്യം നിയമനിർമ്മാണങ്ങളും നിയന്ത്രണങ്ങളും ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് ഒരു പുതിയ സിനിമാ നയം കേരളത്തിൽ കൊണ്ടുവരാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സിനിമ കോൺക്ലേവ് ഈ ആഗസ്റ്റ് മാസം 2, 3 തീയതികളിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ വകുപ്പ് ലോകപ്രസിദ്ധരായ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസിദ്ധരായ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സിനിമാ രംഗത്തെ 500ഓളം ആളുകൾ പങ്കെടുക്കുന്ന, ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്ന ഒരു വലിയ കോൺക്ലേവ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റിൽ ഒരു സിനിമ പോളിസി ഉണ്ടാക്കുന്നതിന് വേണ്ടി നടക്കുന്ന ആദ്യത്തെ കോൺക്ലേവാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ കോൺക്ലേവിൽ റസൂൽ ബുക്കിൻ്റെ ഉൾപ്പെടെ ഒരുപാട്, മോഹൻലാലടക്കം കേരളത്തിൽ ഇന്ത്യയിലെ വലിയ പ്രമുഖന്മാർ, സുഹാസിനി, ഷീല, വലിയ ഒരു നിരയാണ് വരുന്നത്. പക്ഷേ ഈ രാമഭദ്രനെ ഇവിടെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഇപ്പം ഭാവിയിൽ ഒരു കൊള്ളാവുന്ന സിനിമാക്കാരനാവുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഡെലിഗേഷൻ്റെ എല്ലാം അപ്രൂവ് ചെയ്തെങ്കിലും അതിൻ്റെ ഒരു ഡെലിഗേറ്റ് ആക്കാൻ ഞാനിപ്പോൾ തീരുമാനിച്ചു. 2, 3 തീയതികളിൽ ആ കോൺക്ലേവിൽ ഡെലിഗേറ്റായി പങ്കെടുക്കും. അത് പങ്കെടുക്കുന്നതിൻ്റെ കാരണം അതൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം ഇന്ത്യയിലെ ലോകത്തെ അതിപ്രസിദ്ധരായ ഒരുപാട് കലാകാരന്മാർ വരുന്നൊരു കോൺക്ലേവാണ്. ആ 2 ദിവസം അവിടെ പങ്കെടുത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും നിങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത ഒരുപാട് നല്ല ഒരു നേട്ടം കൊയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു പുതിയ സിനിമ പോളിസി നമ്മൾ ഉണ്ടാക്കാൻ പോവുക. പോളിസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായി വരുന്ന ചില നിയമനിർമ്മാണങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഭാവിയിലാണ്.